പെട്ടെന്ന് എണീക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. എല്ലാവരും ഗ്ലാസ് ഒക്കെ അടിച്ച് പൊളിച്ചിട്ട് ബെർത്തിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് അവരാ ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്കും അറിയില്ല. ഉറങ്ങാതിരുന്നവർ പെട്ടെന്ന് ചാടി എണീറ്റ്. പിന്നെ ബാക്കി സ്ത്രീകളെല്ലാം പുരുഷന്മാരൊക്കെ നമ്മൾ ഒരു 9:45 ആ ടൈമൊക്കെ ട്രെയിൻ വന്ന് പൊക്കിയിട്ടാണ് എടുക്കാൻ പറ്റിയത്. ടൈം കാരണം കുറച്ച് അധികം നേരം പുള്ളി അവിടെ കിടന്ന്, കാരണം ട്രെയിൻ ഓടി വരുന്നല്ലോ. ട്രെയിൻ വന്നു കഴിഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് പുള്ളി കുറച്ച് നേരം അവിടെ കിടന്നത്. 1 മണിക്കൂറോളം കിടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പുള്ളി ആദ്യം കൈയൊക്കെ ഒന്ന് അനക്കായിരുന്നു. അതിൻ്റെ അടിയിൽ കിടന്ന് നമ്മൾ നോക്കുമ്പോൾ പക്ഷെ നമ്മൾക്ക് പൊക്കാൻ പറ്റുന്നില്ലത്. ആ ഒരു അവസ്ഥയാണ്. ആദ്യം തന്നെ ഈ NH ചെയ്യേണ്ടത് ഈ റോഡ്, ഈ ടാറ് മാറ്റിയിട്ട് മര്യാദക്ക് ടാർ ചെയ്യണം. അതെ, കാരണം ഇവർ ഈ കുമ്പളം ടോള് വെച്ചിട്ട് നമ്മളോട് പിന്നെ ടോളുകൾ വാങ്ങിക്കുന്നുണ്ട്. ഈ ടോളുകൾ വാങ്ങിക്കുന്നത് എന്തിനാണ്? ഇവിടുത്തെ ആളുകൾക്ക് പൊതുജനത്തിന് പിന്നെ സൗകര്യപ്പെടുത്താനല്ലേ, അതിനു വേണ്ടിയല്ലേ. ഇവിടെ ഒരൊറ്റ ലൈറ്റ് പോലും തെളിയണില്ല. അത് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ കുഴപ്പമാണ്. ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് തെളിയണില്ല ഇവിടെ. രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ഇത് രാത്രിയാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനുണ്ടാവില്ല ഇവിടെ. ഇരുട്ടാൻ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഇതിനു മുമ്പ് ഒരു ദിവസം ഒരു KSRTC ഇടിച്ചിട്ട് ഇതേപോലെ ആരും ഇല്ലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഒരു വെട്ടം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കാണാൻ പറ്റും. ഇത് അതുപോലെ ഇപ്പൊ തെക്കോട്ട് പോകുന്ന വണ്ടിയാണ്, വടക്കോട്ട് പോകുന്ന വണ്ടികളാണെങ്കിലും സിഗ്നല് നോക്കാറില്ല ഇവര്. സിഗ്നല് റെഡ് ആണേലും അടിച്ച് കത്തിച്ചങ്ങോട്ട് പോണേ. ഞങ്ങളിത് സ്ഥിരം കാണുന്ന ആളുകളാണ്, ഞങ്ങൾ ഇവിടുത്തുകാരാണ്. പിന്നെ ഇതിന് മുമ്പ് ഈ സിഗ്നലിൽ ഒരെണ്ണം ഇടിച്ച് സിഗ്നലിൽ പോയതാണ്. ഒരു വണ്ടി വന്ന് ഇടിച്ച് എത്ര കാലത്ത് കഴിഞ്ഞിട്ട് കുറെ നാൾ സിഗ്നൽ ഇല്ലാണ്ട് കുറെ പ്രക്ഷോഭങ്ങളും കാര്യം വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ സിഗ്നൽ വന്നത്. അപ്പൊ ഇതിനൊക്കെ ആരോടാണ് നമ്മൾ പറയണത്? അത്ര ഓവർ സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു മീഡിയം സ്പീഡ് ഉണ്ട്. അപ്പൊ ആ സിഗ്നലിലാണ് ഇവർക്ക് ചവിട്ടാൻ കിട്ടിയത്. ഗണേഷ് കുമാറിനെ ശരണ്യ എന്ന് പറഞ്ഞ സർവീസ് നടത്തുന്ന ബസ് ഇന്നലെ ഇവിടെ നിന്ന് അവൻ സിഗ്നൽ കട്ട് ചെയ്ത് പോയി. പിടിച്ചിട്ട് വാണി സർവീസിൽ കൂടി വന്നിട്ട് ഇവിടെ നിന്നുള്ള സിഗ്നൽ വീഴുമ്പോ അതിന് ഓപ്പോസിറ്റ് എടുത്തിട്ട് പോയി. ഒരാളെ കട്ട് ചെയ്ത് എടുത്തിട്ട് പോയത്. ഒരു പ്രാവശ്യം ഇവിടെ പിടിച്ച് താണി കൊടുത്താണ്. പക്ഷെ അവർ ഇതെല്ലാം സ്ഥിരമായിട്ട് ശരണ്യ എന്ന് പറഞ്ഞ ബസ് അവ സ്ഥിരമായിട്ട് ഒരു മര്യാദ ഇല്ലാതെ ഡ്രൈവ് ചെയ്യണത്. എരമല്ലൂർ ബസ്സൊക്കെ പോണത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരുടെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്. ഈ ബൈക്കുകാർ പാവങ്ങൾ പണിയും കഴിഞ്ഞ് ഇടതുവശത്ത് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇതേപോലെ KSRTC ഇടിച്ചത് രാത്രി 2 മണിയായപ്പോഴാണ്. അന്ന് ആരും ഉണ്ടായില്ല. 2 മണിക്ക് മിന്നൽ സർവീസ് ഒരു കാറുകാരൻ ക്രോസ് ചെയ്തപ്പോൾ ഇടിച്ച് 2 മണിയായപ്പോൾ അത് ബസ് ഇടിച്ച് മീഡിയത്തിൽ കയറി. യാത്രക്കാർക്ക് പരിക്കുണ്ടായില്ലെന്ന്. എപ്പോഴും ഈ പനാട് പോലീസുകാർക്ക് പാവങ്ങൾ അവർ മാത്രം രാത്രി വന്നിട്ട് ഇവിടെ നിന്നിട്ട് പാവപ്പെട്ടവരെ നിൽക്കണം. ആരും ഉണ്ടാവില്ല. ജനങ്ങളുടെ ഒരു ജീവിതത്തിന് ഒരു ഇതുമില്ല, ഒരു വിലയില്ലാത്ത ആൾക്കാരെ ഇവിടെ എല്ലാവരും. ഗവൺമെന്റ് ഒന്നും ചെയ്യൂല, പഞ്ചായത്തും ചെയ്യൂല, സർക്കാരും ഒന്നും ചെയ്യൂല. ജിൽസി, ആളുകളുടെ പ്രതിഷേധമാണ്. കാരണം സ്ഥിരമായിട്ട് അപകടമുണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. പല വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ഉൾപ്പെടെ സിഗ്നൽ തെറ്റിച്ചും അതുപോലെ തന്നെ ഗതാഗത നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയും വലിയ രീതിയിൽ അപകടമുണ്ടാക്കുന്നൊരു മേഖല കൂടിയാണ് ഇവിടെ. പലതവണ KSRTC ബസ് ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പല യാത്രക്കാർക്കും പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതിപ്പോൾ ഏറ്റവും ഖേദകരമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന. ആ യാത്രക്കാരൻ അപകടത്തിൽപ്പെട്ട ഭാഗങ്ങളൊക്കെ ഫയർഫോഴ്സ് വെള്ളം ചീറ്റിച്ച് വൃത്തിയാക്കുന്ന വലിയ രീതിയിൽ സങ്കടകരമായ കാഴ്ചയാണ്. അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം ആരാണ്, എവിടുത്തുകാരനാണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാക്കാൻ സാധിക്കും. എന്താണെങ്കിലും ആ ബൈറ്റുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വളരെ കൃത്യമാണ്. അതായത് രാത്രി കാലങ്ങളിൽ, പ്രത്യേകിച്ച് പുലർച്ചെ കാലങ്ങളിലൊക്കെ തന്നെ ഒട്ടും ഗതാഗത നിയമങ്ങളൊന്നും പാലിക്കാതെ തന്നെ വലിയ വാഹനങ്ങളും ഈ ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ സിഗ്നൽ തെറ്റിച്ചും സർവീസ് റോഡിലൂടെ വെട്ടിച്ച് കയറി സിഗ്നൽ മര്യാദകളൊന്നും പാലിക്കാതെ തന്നെ ഈ യാത്ര തുടരുന്ന കാഴ്ച പല തവണ ഇത്തരം സാഹചര്യങ്ങളാണ്. ഇന്നിപ്പോൾ ഈ ബസ് അമിത വേഗത ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എന്താണ് എന്നുള്ളത് നമുക്ക് കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതേപോലെ തന്നെ ഒരാളുടെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഏറെ നേരം, ഏകദേശം ഒരു 3/4 മണിക്കൂറോളം അദ്ദേഹം ബസ്സിനടിയിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള പ്രധാന കാരണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലരും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. കാരണം
ക്രെയിൻ ഉൾപ്പെടെയുള്ള ഇത്തരത്തിൽ വാഹനം പൊക്കാനുള്ള സംവിധാനങ്ങൾ എത്തുന്നത് വരെ ഈ നാട്ടുകാർ വളരെ നിസ്സഹായരായി അദ്ദേഹം അതിനടിയിൽ കിടക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് അവർ വളരെ വിഷമത്തോടെ നമ്മളോട് പങ്കുവെക്കുന്നത്. കാരണം അവർക്ക് വാഹനത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും രക്ഷിക്കാൻ ആദ്യഘട്ടത്തിൽ നാട്ടുകാർ തന്നെയാണ് ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനുണ്ട്, പോലീസുകാരും എത്തി. പക്ഷേ അവരെല്ലാവരെയും തന്നെ പൂർണ്ണമായും രക്ഷപ്പെടുത്തിയെങ്കിലും നാട്ടുകാരെല്ലാവരും രക്ഷാപ്രവർത്തന പങ്കാളികളായി ആ ഒരു സന്തോഷം അവർക്ക് പങ്കുവെക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ബൈക്ക് യാത്രികൻ ബസ്സിനടിയിൽ കിടക്കുന്ന കാഴ്ച ഈ പറഞ്ഞ പോലെ 3/4 മണിക്കൂറോളം വളരെ നിസ്സഹായ അവസ്ഥയോടെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അവരും പങ്കുവെക്കുന്നത്. കാരണം ഈ ട്രെയിൻ എത്തുന്നത് വരെ അദ്ദേഹം അതിനടിയിൽ കിടക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ സാരമായി പരിക്ക് സംഭവിക്കുകയും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയും ചെയ്തിരുന്നത്. ശരി, എന്തായാലും എറണാകുളം മടവനയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നു. ബസ് മറിഞ്ഞുകൊണ്ട് ബസ് യാത്രക്കാർ നിസ്സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടിരിക്കുന്നു. ഡ്രൈവർ അടക്കം ആർക്കും വലിയ പരിക്കുകളില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. ബസ് സമീപത്തുള്ള ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ആ പ്രദേശത്ത് ക്ലീനിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ, ബസ് മാറ്റുന്നത് അടക്കമുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. വിവരങ്ങളാണ് മോസിനാസു നൽകിയത്.